നമസ്കാരം. ഇപ്പോൾ പരീക്ഷാ ഹാളുകളിൽ യുദ്ധം നടക്കുന്നത് നമ്മുടെ മക്കളാണെങ്കിൽ ആ യുദ്ധത്തിന്റെ റിസർവ് ഫോഴ്സായി നിൽക്കേണ്ടത് മാതാപിതാക്കളായ നമ്മളാണ്. പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ നൽകിയ ഉപദേശങ്ങളല്ല, പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ നൽകുന്ന പിന്തുണയാണ് അവരുടെ റിസൾട്ട് നിശ്ചയിക്കുന്നത്. പരീക്ഷാ ദിനങ്ങളിൽ ഓരോ രക്ഷിതാവും അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. 1. വീട്ടിലെ അന്തരീക്ഷം യുദ്ധക്കളമാക്കരുത്. പീസ് അറ്റ് ഹോം. പരീക്ഷയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ അനാവശ്യമായ ബഹളങ്ങളോ തർക്കങ്ങളോ ഒഴിവാക്കുക. അമ്മയും അച്ഛനും തമ്മിലുള്ള ചെറിയൊരു പിണക്കം പോലും കുട്ടിയുടെ ഏകാഗ്രതയെ ബാധിക്കും. അവർ പഠിക്കുമ്പോൾ നമ്മൾ ഫോണിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നതോ റീൽസ് കാണുന്നതോ ഒഴിവാക്കുക. നിങ്ങൾ പുസ്തകം വായിക്കുകയോ അവർക്ക് കൂട്ടിരിക്കുകയോ ചെയ്യുന്നത് അവർക്ക് വലിയൊരു മാനസിക പിന്തുണ നൽകും. 2. ആ ചോദ്യം തെറ്റിച്ചോ എന്ന പോസ്റ്റ്മോർട്ടം വേണ്ട. നോ പോസ്റ്റ് എക്സാം ട്രോമ. പരീക്ഷ കഴിഞ്ഞ് കുട്ടി ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എത്ര മാർക്ക് കിട്ടും, ആ എളുപ്പമുള്ള ചോദ്യം നീ തെറ്റിച്ചോ എന്ന് ചോദിച്ചു തുടങ്ങരുത്. കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നത് അടുത്ത പരീക്ഷയ്ക്കുള്ള അവരുടെ ആവേശം കെടുത്തും. കഴിഞ്ഞത് കഴിഞ്ഞു, നമുക്ക് അടുത്തത് നന്നായി നോക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക. അവർക്കിഷ്ടമുള്ള ഭക്ഷണം നൽകി അവരെ റീഫ്രഷ് ആക്കുക. 3. ഉറക്കവും ഭക്ഷണവും പരീക്ഷണമാക്കരുത്. ഹെൽത്ത് ഈസ് പ്രയോറിറ്റി. കൂടുതൽ പഠിക്കട്ടെ എന്ന് കരുതി കുട്ടികളെ ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുന്നത് അബദ്ധമാണ്. ഉറക്കം കുറഞ്ഞാൽ പരീക്ഷാ ഹാളിൽ തലച്ചോറ് പണിമുടക്കും. കുറഞ്ഞത് 6 മുതൽ 7 വരെ മണിക്കൂർ അവർ ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ പരീക്ഷാ ദിവസങ്ങളിൽ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി വീട്ടിലുണ്ടാക്കിയ ലളിതമായ ഭക്ഷണങ്ങൾ നൽകുക. വയറിനുണ്ടാകുന്ന ചെറിയൊരു അസ്വസ്ഥത മതി അവരുടെ 1 വർഷത്തെ അധ്വാനം പാഴാക്കാൻ. 4. നിങ്ങൾ സ്നേഹിക്കുന്നത് മാർക്കിനെയല്ല, അവരെയാണ്. അൺകണ്ടീഷണൽ ലവ്. പരീക്ഷയുടെ തലേദിവസം കുട്ടികളോട് പറയേണ്ടത് നല്ല മാർക്ക് വാങ്ങിയില്ലെങ്കിൽ വിവരമറിയും എന്നല്ല. പകരം നീ നിന്റെ പരമാവധി ശ്രമിക്കൂ, റിസൾട്ട് എന്തു തന്നെയായാലും ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് എന്നാണ്. ആ ഒരു ബോധ്യം കുട്ടികൾക്കുണ്ടെങ്കിൽ അവർ പരീക്ഷാ ഹാളിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഉത്തരങ്ങൾ എഴുതും. നമ്മുടെ മക്കളുടെ വിജയത്തേക്കാൾ വലുതല്ല ഒരു മാർക്ക് ലിസ്റ്റും. അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന തണലായി നമുക്ക് മാറാം. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും മാതാപിതാക്കൾക്കും എന്റെ വിജയാശംസകൾ. ഈ വീഡിയോ പരീക്ഷാ ടെൻഷൻ അനുഭവിക്കുന്ന മറ്റു മാതാപിതാക്കൾക്കും ഷെയർ ചെയ്യുക. നന്ദി.